അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് അവരന്വേഷിച്ചുകൊണ്ടിരിക്കല്ലേ, അതല്ലേ കോടതി കൊടുത്തത്. അന്വേഷണം പൂർത്തിയായല്ലേ മനസ്സിലാവുള്ളൂ ആരാണ് ഇതിൻ്റെ ഓറിജിൻ. ഏതാ ഈ ഇടതുപക്ഷം? പോരാളി ഷാജിയാണോ ഇടതുപക്ഷം? നിങ്ങൾ പകുതി വന്ന വാർത്തയുമായിട്ടാണ് രംഗത്ത് വരുന്നത്. പോലീസിൻ്റെ എല്ലാം റിപ്പോർട്ട് ഉണ്ടാകുന്നു. പോലീസിൻ്റെ റിപ്പോർട്ട് നോക്കി നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഒരു പത്രം അതിൻ്റെ സൈഡ് ഹെഡിങ്ങിൽ പ്രധാനപ്പെട്ട വാർത്തയിൽ കൊടുത്തത്. എന്തടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? തുടങ്ങിയത് UDF ആണ്. അതാ പ്രശ്നം. അവരാണിത് ആരംഭിച്ചത്. ടീച്ചറമ്മ എന്ന പേരുപയോഗിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ തന്നെ തുടങ്ങിയ ആദ്യത്തെ ഒന്നാമത്തെ പ്രചരണം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രചരണത്തിൻ്റെയും പിന്നിൽ ഈ അശ്ലീല ചോയും അതുപോലെ തന്നെ വർഗീയ ചോയും എല്ലാം രൂപപ്പെട്ട് ഇപ്പോഴ് കാഫിർ പരാമർശം നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ആദ്യമായി അത് സംബന്ധിച്ച് പരാതി നൽകിയത് LDF കമ്മിറ്റി തന്നെയാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളാണ്, തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് തലേ ദിവസം. ഈ കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. സംശയത്തിൻ്റെ മുൾമുനയിൽ ആളുകളെ നിർത്തുകയല്ല. ഒരു ദിവസം എന്നെ ഒരു പത്രത്തിൻ്റെ പ്രതിനിധി വിളിച്ചിട്ട് നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിച്ച വാർത്ത പോലും ഇടതുപക്ഷത്തേക്കാണ് നീങ്ങുന്നത് എന്ന കാര്യമാണ് പറയുന്നത്. ഏതാ ഈ ഇടതുപക്ഷം? പോരാളി ഷാജിയാണോ ഇടതുപക്ഷം? നിങ്ങൾ പകുതി വന്ന വാർത്തയുമായിട്ടാണ് രംഗത്ത് വരുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കമില്ല. ഇമാതിരിയുള്ള ഒരു നിലപാടിലും തെറ്റായ ഒരു സമീപനത്തിൻ്റെയും ഭാഗമായിട്ട് പോകേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല. ഇപ്പോൾ പുറത്തു വന്ന വാർത്തകളിൽ പോലും CPM നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞ ചില ഗ്രൂപ്പുകളെ ചൂണ്ടിക്കാട്ടിയാണ് LDF-നെതിരെ പ്രചാരണം നടത്താൻ അവർ ശ്രമിക്കുന്നത്. ഒരു തരത്തിലുള്ള ഒളിച്ചുവെക്കുന്ന കാര്യവും CPM-ന് ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ല. അന്വേഷണം നടക്കട്ടെ. പോലീസ് അന്വേഷിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാം ഇടതുപക്ഷത്തേക്കാണ് നീങ്ങുന്നത് എന്നുള്ള കള്ളപ്രചാരവേല നടത്തുകയല്ല വേണ്ടത് എന്നതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. പല കേസുകളിലും ഇത്തരത്തിൽ തെറ്റായ പ്രചരണങ്ങൾ മാധ്യമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമുക്കറിയാം AKG സെൻറ്ററിൻ്റെ മേലെ നടന്ന ബോംബാക്രമണവും അക്രമ സമീപനവും. എന്തായിരുന്നു മാധ്യമങ്ങളുടെ വിശകലനം? പാർട്ടി നേതാക്കൾ തന്നെയാണ് ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് അക്രമം നടത്തിയത് എന്ന് പ്രചരിപ്പിച്ചവരാണ് നിങ്ങളെല്ലാവരെയല്ല ഞാൻ പറയുന്നത്. ഒരു വലിയ വിഭാഗം എങ്ങനെയാണ് പ്രചരിപ്പിച്ചത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിരുന്നു സന്ദീപാനന്ദ ഗിരിയുടെ ആശ്രമം കത്തിച്ചവർ തന്നെ അതിനെതിരായിട്ട് എന്തെല്ലാം കള്ളപ്രചരണങ്ങളാണ് സംഘടിപ്പിച്ചത്. അതൊക്കെ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള നമ്മളെല്ലാം കണ്ട കാര്യങ്ങളാണ്. യാഥാർത്ഥ്യം പുറത്തു വന്നതോടെ പിന്നെ ആദ്യം പ്രചരിപ്പിച്ച മാധ്യമ ശൃംഖലകൾക്കൊന്നും മുണ്ടാട്ടില്ല. ഇതാണ് കേരളത്തിൻ്റെ ഒരു സ്ഥിരം സമീപനം. പറയേണ്ടത് മുഴുവൻ പറയുക, വസ്തുത പുറത്തു വരുമ്പോൾ പിന്നെ മിണ്ടാണ്ടിരിക്കുക. പോലീസ് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണം യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് തന്നെയാണ് CPM-ൻ്റെ അഭിപ്രായം. ഇതിൻ്റെ മേലെ പിന്നെ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് KK ലതികക്കെതിരായിട്ടുള്ള കടന്നാക്രമണമാണ്. യഥാർത്ഥത്തിൽ ഇത്തരമൊരാശയം പ്രചരിപ്പിക്കാനല്ല KK ലതിക അത് ഷെയർ ചെയ്തത്. അതിൽ വന്ന കാര്യം ഈ നാടിന് ആപത്താണ് എന്ന കാര്യം സൂചിപ്പിക്കുക ചെയ്തേ.
അതായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ താഴെ എഴുതിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ അവസാനിക്കുന്ന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ നാട് നിലനിൽക്കേണ്ടതുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു അപകടം തന്നെയാണ് ഇതുപോലുള്ള പ്രചാരവേല എന്നാണ് ചൂണ്ടിക്കാണിച്ചത്. അത് നാടിനെ രക്ഷിക്കാനുള്ളതായിരുന്നു, അല്ലാതെ തകർക്കാനുള്ള ഒരു പോസ്റ്റല്ല. അത് വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. ഷെയർ ചെയ്തു എന്ന് പറയുന്നതല്ലാതെ എന്താ ഷെയർ ചെയ്തത്, എന്താ ആ കാര്യത്തിൽ പറഞ്ഞത് നിങ്ങൾ മിണ്ടുന്നില്ല. അത് സ്വാഭാവികമായിട്ടും മിണ്ടിയാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉദ്ദേശശുദ്ധിയെ തന്നെ മറ്റ് രീതിയിൽ വ്യാഖ്യാനിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഡോക്ടർ ജോ ജോസഫിനെതിരായിട്ട് അശ്ലീല പ്രചരണം ആദ്യം തുടങ്ങിയത് വടകരയ്ക്ക് മുമ്പ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ എല്ലാം തുടർച്ചയായിട്ടാണ്. അപ്പോൾ ഇവരെല്ലാം കൂടി ചേർന്ന് ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള മേഖലയിലുണ്ടായത്. ഓരോ സംഭവങ്ങളെയും വളരെ വിശദമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പൊതുവായിട്ട് പറയാൻ. കുറേ ദിവസക്കാലമായിട്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചയുടെ ഭാഗമായിട്ട് മുഴുവൻ ആളുടെയും മനസ്സിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാനിതിങ്ങനെ വിശദീകരിക്കണം എന്ന് ഉദ്ദേശിച്ചു. ഏതൊക്കെയായിരുന്നു എന്നുള്ളത് പറയണം ആദ്യം. അത് പറ. പോലീസ് എന്തെല്ലാം റിപ്പോർട്ട് ഉണ്ടാകുന്നു? പോലീസിൻ്റെ റിപ്പോർട്ട് നോക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് ഒരു പത്രം അതിൻ്റെ സൈഡ് ഹെഡിങ്ങിൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുത്തത്. എന്തടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്? പോലീസ് പറഞ്ഞു എന്നാണ് പറയുന്നത്. പോലീസ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടോ? പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മനസ്സിലാവട്ടെ, പുറത്തു വരട്ടെ. ഞങ്ങൾക്കാർക്ക് എതിരുള്ളത് 25-ാം തീയതി ഉച്ചക്ക് ഇമ്മാതിരി ഒരു പോസ്റ്റ് ഇട്ട് ഗുണഭോക്കാവേണ്ട വല്ല കാര്യവും CPM ഉണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടോ? ഇല്ല എന്ന് വളരെ വ്യക്തമല്ലേ. ഞങ്ങളുടെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് ഇമ്മാതിരി ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഗുണഭോക്താക്കൾ ഞങ്ങളല്ലതാനും. പോലീസ് റിപ്പോർട്ടൊന്നും ഞങ്ങൾ ഇപ്പോൾ അത് വന്നില്ല. പോലീസ് റിപ്പോർട്ട് വന്നില്ല. ഷെയർ ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒറിജിനലല്ലോ കാണും. പറഞ്ഞോ. അല്ല, അയാൾ ഇടപക്ഷമാണ്. അയാളാണല്ലോ ഇട്ടത്. അങ്ങനെ പറയണ്ട. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പേര് പറയാൻ കഴിയും. പറഞ്ഞോട്ടെ, അന്വേഷിച്ചോട്ടെ. ഞങ്ങൾക്കെന്താ കുഴപ്പം? CPIMൻ്റെ ഏതെങ്കിലും ഒരു അംഗത്തിനോ ഏതെങ്കിലും ഒരു മെമ്പർക്കോ ഒരു അനുഭവിക്കോ ഉണ്ടെന്നുള്ളതല്ല. CPMന് ഇതിൻ്റെ ഒരാവശ്യവുമില്ല. അവിടെ പാർട്ടി എന്ന രീതിയിൽ ഇമ്മാതിരി നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളൊട്ട് ആ നിലപാട് സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ മുമ്പേ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ നിയോജക മണ്ഡലത്തിൽ ആദ്യം മുതൽ ഒരു മാസത്തിലധികമായി സ്വീകരിച്ചു വരുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകളെ തെറ്റായ പ്രവണതകളുടെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് പേരെന്നെ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വക്താക്കളെ. അതെല്ലാം വിട്ട് നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ ഒരു മൊഴിയിൽ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് കടന്നാക്രമണം നടത്തേണ്ട എന്ത് കാര്യമായിട്ടുള്ളത്? അല്ല, സ്ഥിരമായിട്ടുള്ള നിലപാടാണ്. CPM വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം CPMൻ്റെതാണ്. നിങ്ങൾ ആഘോഷിക്കല്ലേ ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം CPIMൻ്റെതല്ലാത്ത നിരവധി CPMൻ്റെ പേരുപയോഗിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഒരു പേര് ഞാൻ നേരത്തെ പറഞ്ഞത്, നേരത്തെ തന്നെ തള്ളിപ്പറഞ്ഞിട്ടുള്ളതാണ് പലതും. അതിലൊന്നാണ് പോരാളി ഷാജി. ഇപ്പം നിങ്ങളിതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. എൻകൗണ്ടർ കമ്മ്യൂണിസ്റ്റ്. എന്ത് കമ്മ്യൂണിസ്റ്റ് എൻകൗണ്ടർ? നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പറയുന്ന പേരുകളിലൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുമായിട്ട് ഔദ്യോഗികമായി യാതൊരു തരത്തിലുള്ള
ബന്ധമുള്ളതല്ല. ഓരോരുത്തർ ഓരോ രീതിയിൽ കൈകാര്യം ചെയ്തു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് നിരവധിയായ കാര്യം നമുക്കെതിരായിരിക്കും. ചിലപ്പോഴൊക്കെ ചിലത് നമുക്ക് അനുകൂലം പോയി. അത്രയേ കണ്ടാൽ മതി. ഇതിനാ കൊണ്ടുവരണം. അല്ല, അവർ ചെയ്യേണ്ടുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണുള്ളത്. പകുതി വന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, വെറുതെ ആവശ്യമില്ലാതെ ഇമാതിരി ചോദിക്കേണ്ട കാര്യമില്ല. അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് അവരന്വേഷിച്ചുകൊണ്ടിരിക്കല്ലേ. അതല്ലേ കോടതി കൊടുത്തത്. അന്വേഷണം പൂർത്തിയായാലേ മനസ്സിലാവുള്ളൂ ആരാണ് ഇതിൻ്റെ ഒറിജിൻ എന്നത് ഉൾപ്പെടെ. ഏതെങ്കിലും വഴിക്ക് കിട്ടിയ ഒരാളെ വെച്ചിട്ട് കടന്നാക്രമിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് കൃത്യമായിട്ട് വരട്ടെ. വരുന്നത് ഞങ്ങൾക്ക് ഒരു ഉത്കണ്ഠയില്ല. എന്തുകൊണ്ടാണ്? അതന്നെയാ. അല്ല സുഹൃത്തെ, കൃത്യമായിട്ട് മലയാളത്തിൽ തന്നെ നിങ്ങൾ പ്രസിദ്ധീകരിച്ചല്ലോ. എന്താ പ്രസിദ്ധീകരിച്ചത്? ഇന്ന ആളുകളെല്ലാം ചോദ്യം ചെയ്തപ്പോൾ അതിൻ്റെ വിശദാംശം പൂർണ്ണമായി കിട്ടിയില്ല. ഫോണുമായി പോലീസ് പോയി. പോലീസ് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളുടെ കയ്യിൽ പോലീസിൻ്റെ കയ്യിലുള്ളത് ഇവരുടെ എല്ലാം ഫോൺ ഉൾപ്പെടെയാണ്. പരിശോധിക്കട്ടെ. നമ്മളെന്തിനാ ധൃതിപ്പെടുന്നത്? അല്ല, അതിപ്പോൾ ഷെയർ ചെയ്യുന്നതിന് രണ്ട് തരമുണ്ട്. ക്രോസ് ചെയ്ത ഷെയറിംഗ് ഇല്ലേ? അയാൾ ഞങ്ങളുടെ മുമ്പിൽ അത് വന്നിട്ടില്ല. അവർ വെളിപ്പെടുത്തട്ടെ. അത് ഇതിന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പോലീസല്ലേ അത് ചെയ്യേണ്ടത്. അത് ഞങ്ങൾ വേറെ ആലോചിച്ചോളാം. അത് വേറെ ആലോചിക്കാം. അതിൻ്റെ മേലെ കയറി ജിപ്പേ കളിക്കണ്ട. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു വിഷയവും പുറത്തു വരുന്നതിൽ ഞങ്ങൾ കുരുക്കട്ടിയില്ല. ഞാൻ ഒന്നും പറഞ്ഞേട്ടെ. ഒരു വിഷയവും പുറത്തു വരുന്നതിൽ ഞങ്ങൾ കുരുക്കണ്ടിയില്ല. കാരണം ഞങ്ങൾ പാർട്ടി എന്ന രീതിയിൽ ഇതിന് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഇന്നലെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഇന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ഇന്നലെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും അല്ല, അതൊക്കെ ഓരോരുത്തർ പറഞ്ഞ അഭിപ്രായമാണ്. ഞാനിപ്പോൾ എൻ്റെ പാർട്ടിയുടെ അഭിപ്രായമാണ് പറയുന്നത്. പാർട്ടി നിലപാടാണ് പറയുന്നത്. കെ ലതിക ഷെയർ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ നേരത്തെ നിങ്ങളോട് വിശദീകരിച്ചത്. ആ വിശദീകരിച്ചതാണ് പാർട്ടി നിലപാട്. ഇത് അതിന്ന് ഒറ്റക്കൊറ്റക്ക് ആര് പറയുന്നതും പാർട്ടി നിലപാടല്ലോ. ഞങ്ങളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് പാർട്ടി ശൈലി ഉൾപ്പെടെയല്ലേ ഈ പാർട്ടി. അപ്പോൾ ഈ പാർട്ടി പറഞ്ഞു നടത്താൻ മതി. ഒറ്റക്കൊറ്റക്കുള്ള കാര്യം എടുക്കണ്ട. അല്ല, UDF തന്നെ ആയിരുന്നല്ലോ മുഴുവൻ തുടങ്ങിയത്. പിന്നെ അത്രയും ഞാൻ പേര് പറഞ്ഞ വൃത്തിയാണ്. ഇതുൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിൻ്റെയും പിന്നിൽ UDFൻ്റെ പ്രേരണയുണ്ട്. അല്ല, നമുക്ക് ദോഷം ഉറപ്പല്ലേ ഉള്ളത്. ആരും അതുകൊണ്ടാണല്ലോ ലതിക ഉൾപ്പെടെ പറഞ്ഞത് ഇതിങ്ങനെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഈ സമൂഹം നിലനിൽക്കണ്ടേ. അപ്പോൾ വർഗീയതയുടെ ഇതുപോലുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് CPMോ ഇടതുപക്ഷ ജനാധിപത്യത്തിനോ ഒരിക്കലും അംഗീകരിക്കുന്ന നിലപാടല്ല സ്വീകരിക്കും. ഇനി സ്വീകരിക്കില്ല. 2 വോട്ടിൻ്റെ കാര്യമല്ലല്ലോ. വോട്ടെല്ലാം വരികയും പോവുകയൊക്കെ ചെയ്യും, ജയിക്കുകയും നോക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇത് മരീമസമാകുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിലെ രൂപപ്പെടുത്തുക, അത് തെറ്റായ സമീപനം. അത് തുടങ്ങിയത് UDF ആണ്. അതാ പ്രശ്നം. അവരാണിത് ആരംഭിച്ചത്. ടീച്ചറമ്മ എന്ന പേരുപയോഗിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ തന്നെ തുടങ്ങിയ ആദ്യത്തെ ഒന്നാമത്തെ പ്രചരണം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രചരണത്തിൻ്റെയും പിന്നിൽ ഈ അശ്ലീല ചോയും അതുപോലെ തന്നെ വർഗീയ ചോയും എല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുവന്നതാണ്. അത് തെറ്റാണ്. അതിനകത്ത് ഏതെങ്കിലും ഒന്നിനെ മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് എന്തിനാ ഇത്ര വലിയ വല്ലാതെ ധൃതി?